നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും ചലച്ചിത്രങ്ങളുടെ ഏറ്റവും ഫലപ്രദമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമാക്കിയാണ് ദേശീയ ബാലവിദ്യാഭ്യാസ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കേന്ദ്രം, NCERT, CIET, SIET കേരള, കൊച്ചിൻ സർവകലാശാല എന്നിവയുമായി ചേർന്ന് സംഘടിപ്പിച്ച 24ാമത് അഖിലേന്ത്യാ ബാലവിദ്യാഭ്യാസ ദൃശ്യശ്രാവ്യമേളയും 4ാമത് ICT മേളയും കൊച്ചിയിൽ നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യപ്പെടുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഈ മാർച്ച് മാസം അവസാനത്തോടെ കേരളം മാറുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് പറഞ്ഞു. In Kerala, we are trying to give modern education to the new generation. കേരളത്തിൽ വളരെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി നൽകാൻ നമ്മൾ ശ്രമിച്ചു വരികയാണ്. ക്ലാസ്സുകൾ ഹൈടെക് ആക്കിക്കൊണ്ടും ക്ലാസ് മുറികൾ ലൈബ്രറിയുള്ള ക്ലാസ് മുറികളാക്കി മാറ്റിക്കൊണ്ടും ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ കേരളം ശ്രമിച്ചു വരികയാണ്. മാർച്ച് അവസാനമാകുമ്പോഴേക്കും 1 മുതൽ 12 വരെയുള്ള എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റിക്കൊണ്ട് കേരളം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപകമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. Classes are equipped with computers, projectors, then screen, audio system, etc. etc. So this is a new tool. Film is a new tool in this context. We can discuss about the film, the ideas of the film, how this can be used in the education sector എന്നുള്ള ഫോക്കസ് കൂടി ചർച്ചയ്ക്കുണ്ടാകും. ഇത്തരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. I think we can go to a different point after this mela. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് MLA അധ്യക്ഷനായിരുന്നു. ശ്രീ M. സ്വരാജ് MLA. ഈ ദേശീയ ഓഡിയോ വീഡിയോ ഫെസ്റ്റിവലിന് എല്ലാ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ഉണർവുകൾക്ക് മാത്രമല്ല, ചലച്ചിത്ര രംഗത്തും ദൃശ്യവിസ്മയ രംഗത്ത് പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ കൂടി ഇത് അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS. Kerala being one of the most pioneering education states in India, we are also taking a large number of initiatives for ensuring that information technology is being embedded into education. With the advent of information technology, the classrooms also got changed. As our Honorable Minister has mentioned, we have taken steps to make our classrooms high-tech, and the last 1 year we have made almost 45,000 classrooms into a high-tech standard. CUSACH Vice Chancellor Dr. K.N. Madhusudanan. Cochin University of Science and Technology is extremely happy to host this national event. Particularly, this is a program associated with the students, school students. So we were always very happy to have associated with also our education department, also SIET. The past few years we have conducted several programs in association with SIET, where our labs and departments were thrown open to the students of the states from various schools. Professor Amarendra Prasad Behra, Joint Director, CIET, NCERT. NCERT, under the aegis of Ministry of Human Resource Development and the Government of Kerala, jointly have thought out to organize this 24th version of the All India Children's Educational Audio Video Festival and the 4th version of ICT Mela in Cochin in the CUSAC campus. The main goals of organizing this is to sensitize the stakeholders, particularly the students, teachers, teacher educators and also parents, to help us in developing quality digital content. SIET കേരള ഡയറക്ടർ ശ്രീ B. അബുരാജ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. I extend our sincere gratitude
to all those participate in this 24th All India Children's Education Audio Video Fest and ICT Mela 2019-20. NCERT, CIET ദേശീയ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നടത്തിയ 4ാമത് ICT മേളയുടെ ഉദ്ഘാടനവും മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ ജീവൻ ബാബു, CIET ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ അമരേന്ദ്ര പ്രസാദ് ബെഹ്റ, SIET ഡയറക്ടർ ശ്രീ B. അബുരാജ് തുടങ്ങി വിശിഷ്ട അതിഥികളും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ICT മേളയിൽ ഒരുക്കിയിരുന്ന സ്റ്റാളുകൾ മന്ത്രി സന്ദർശിക്കുകയും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. I am Shobha representing SCERT Karnataka. In ICT initiatives, we have majorly IT at schools in Karnataka scheme and e-Kalike, that is a LMS for teachers and the students. We are from SCERT Maharashtra. SCERT Maharashtra urges the officials and teachers for the virtual meeting for appreciation and inspiration to the teachers also, and virtual meetings for online support and teacher solutions, problem solutions also. മേളയിൽ പങ്കെടുത്ത കുട്ടികളോടും അധ്യാപകരോടും ഒപ്പം ഏറെ സമയം ചെലവഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ വിദ്യാഭ്യാസ ചലച്ചിത്ര നിർമ്മാണ പങ്കാളികളും അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും ചലച്ചിത്രോത്സവത്തിൽ 200ഓളം ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഓരോ ചിത്രവും അവതരിപ്പിച്ച ശേഷം ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചയും നടന്നു. സെഷനുകൾ വിദഗ്ധരുടെ പാനലുകളാണ് നിയന്ത്രിച്ചത്. കാണികൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മേളയോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടത്തപ്പെട്ടു. സൈബർ സുരക്ഷ സംബന്ധിച്ച സെമിനാറിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യാരംഗത്തെക്കുറിച്ചും ഇന്റർനെറ്റ് തുടങ്ങി മേഖലയെ സംബന്ധിച്ചും ആ രംഗത്തെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. SIET കേരള ഡയറക്ടർ ശ്രീ B. അബുരാജ് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ വീഡിയോ ചിത്രങ്ങളുടെ ജഡ്ജിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ദിശാബോധം പകരുന്നതായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതികത, കേരളത്തിലെ പ്രതിഫലനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വിശദമായ വെളിച്ചം നൽകുന്ന ഒന്നായിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലഘുചിത്രത്തോടെയായിരുന്നു സെമിനാർ ആരംഭിച്ചത്. There can be no dispute on the fact that Kerala as a state and culture had always given importance to education. The state-owned schools, the privately owned schools, and arguably the first public-private partnership in education in the country, the aided schools in Kerala. CIET ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ അമരേന്ദ്ര പ്രസാദ് ബെഹ്റ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനാകെ മാതൃകയാണെന്ന് ശ്രീ ബെഹ്റ പറഞ്ഞു. Kerala is known as God's own land. People also say, many people in India, they say. Now Kerala was known about tourism also, even natural beauty and all. But now educational tourism also is Kerala becoming a hub. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വിശദീകരിച്ചു. We ensure community participation. We want our schools to be centers of excellence. We want our developmental awareness. When Kerala faced 2 floods,
We have to improve the concept of climate change to our children. And finally, we have to transform the learning environment and the determining factors. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിജു കെയുടെ പ്രസംഗത്തിൽ നിന്ന്. We know that when these things are happening, there is a huge race behind technology. And even, yes, we know that MHRD, even Kerala, we have taken a stand, we are not with the proprietary software. And there is a huge momentum on the free and open source software. And we can be bold enough to say that yes, we are not supporting the corporate or the proprietary. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ സി രാമകൃഷ്ണൻ സെമിനാറിൽ സംസാരിച്ചു. 3 ദിവസത്തെ ദേശീയ ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ ഓഡിയോ വീഡിയോ ഫെസ്റ്റിവലിന്റെയും ICT മേളയുടെയും സമാപന സമ്മേളനത്തിൽ വച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. SIET കേരള ഡയറക്ടർ ശ്രീ ബി അബുരാജ് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ അമരേന്ദ്ര പ്രസാദ് ബെഹ്റ, ജോയിന്റ് ഡയറക്ടർ CIET NCERT. I must congratulate all of you for your active participation in the festival as well as in the Mela, which has been specially designed to motivate young content developers to develop digital contents in multiple modes. പ്രൊഫസർ ബി മധുസൂദനൻ, വൈസ് ചാൻസലർ CUSAT. From the face of each and every one of you, I can read that we had a very successful and exciting 3 days. You all look very cheerful at the end of very hectic 3 days. ഡോക്ടർ AP കുട്ടിക്കൃഷ്ണൻ, ഡയറക്ടർ സമഗ്ര ശിക്ഷ കേരളം. As you all know, several activities in the field of school education in order to improve the quality of education has been implemented under the leadership of MHRD. So while discussing to improve the quality of education, we are all focusing on how to make our schools, how to make our classrooms, how to make our teaching learning process in tune with the modern technology, using the modern technology. ഡോക്ടർ KC സണ്ണി, വൈസ് ചാൻസലർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. The basic purpose of school education is to mold the next generation. In whatever manner our next generation may be molded, actually all human activities may be broadly classified into 3: cognition, creation, and communication. So, we must enable our next generation to have proper cognition, proper communication, proper creation, and proper communication. ഡോക്ടർ അഭയ് കുമാർ, അസോസിയേറ്റ് പ്രൊഫസർ CIET NCERT എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. We received a record number of entries this time. Earlier, we used to receive about 200 programs. This time, we received about 500 programs. If I give the breakup of different kinds of programs, so there were 108 audio program, about 270 video programs, and about 115 new media programs. വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. We
want to encourage the different stakeholders in the country to create more and more e-contents which can ultimately help our students, teachers in transacting the curriculum in a manner in which the students learn it better. We are happy that this program, the just concluded the 24th session of this festival got concluded today in Kerala, and we received a good response from across the country. We received good response from Cochin, Kerala, and we are happy for the hospitality that the state government has extended in successful conduct of this program. കണ്ടു പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ഉപകരിക്കുന്ന വിദ്യാഭ്യാസ ചലച്ചിത്രങ്ങളും ഓഡിയോകളും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ ഗുണകരമാകും.